പൊട്ടനെയാണ്. നമ്മൾ തൊട്ടാൽ അയാൾ സത്തു പോകും. നമ്മൾക്ക് അയാളെ ജീവനോടെ വേണം. ഇതിന് താൻ പോയാൽ മതി. ശരി മോലാളി. പെൺകുട്ടികളുടെ പുറകെ നടന്ന് ഭീഷണിപ്പെടുത്താൻ കൊടുക്കുന്നു കള്ള ബഡ്വ. അന്നു നമ്മളൊരു വേണ്ട മോലാളി. താൻ നമ്മളുടെ അനിയനെ അടിക്കാൻ കൊടുത്തു അല്ലേ? നമ്മളുടെ അനിയനെ നമ്മൾ ഒരു ഇരിക്കൽ പോലും അടിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ അയാളെ തള്ളി. അന്നു നമ്മളോട് ക്ഷമിക്കണം. നമ്മൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. പക്ഷേ നമ്മൾ കൊല്ലാൻ വന്നതല്ല. ഒരു സ്നേഹം പറയാൻ വന്നതാണ്. നമ്മൾക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. പെൺകുട്ടികളെ ആക്കത്തിലും ഒടുക്കത്തിലും വളർത്തണം. മാനമര്യാദക്ക് വളർത്തണം. കണ്ണും കലാസവും കാട്ടി വസീകരിക്കാൻ നോക്കിയാൽ ആൺകൾ പുറകെ വരും. അതിലെന്താണ് തെറ്റ്? എടോ മര്യാദയ്ക്ക് സംസാരിച്ചിരിക്കണ്ടല്ലോ. താൻ ആരാണെന്ന് നമ്മൾക്കറിയാൻ, നമ്മൾ ആരാണെന്ന് തനിക്കറിയാൻ കൊടുത്തിട്ടില്ല. മര്യാദ പഠിപ്പിക്കാൻ മതി പറയാൻ. ഒരു മുനിസിപ്പൽ സെക്രട്ടറി വന്നിരിക്കണോ? താൻ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന മാതിരി തന്റെ വീട് ഭരിച്ചിരുന്നെങ്കിൽ ഈ പെൺകുട്ടി എങ്ങനെ ആക്കുമായിരുന്നോ? തനിക്ക് വലുത് തന്റെ സഹോദരിയാണെങ്കിൽ നമ്മൾക്ക് വലുത് നമ്മളുടെ സഹോദരനാണ്. അയാൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അയാൾക്ക് മാപ്പ് കൊടുക്കും. തന്റെ ഏലിവാൾ പോലത്തെ ഈ സഹോദരിയുടെ പുറകെ നടക്കുന്നത് നമ്മളുടെ സഹോദരനാണെന്ന് തനിക്ക് അറിയാമായിരുന്നു. അത് ഒളിപ്പിച്ചു വെച്ച് നമ്മളെ കൊണ്ട് ഇവരെ തള്ളിച്ചു. നമ്മളെ തമ്മിൽ പിരിക്കാൻ നോക്കി. നമ്മൾ അയാളെ സൗട്ടി രാക്ഷസി. ഇനി താനും തന്റെ കുടുംബവും നമ്മളുടെ വീടിന്റെ പരിസരത്ത് കണ്ടാൽ എടോ കമ്മത്തെ തന്നെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ എന്നോടുള്ള മുൻവാരേക്ക് തീർക്കാൻ താൻ തന്നെ അനിയനെ കരുവാക്കിയല്ലേ? സൂക്ഷിച്ചോ, ഇതിനെ താൻ അനുഭവിക്കണോ? അനുഭവിക്കും. അനുഭവിക്കുന്നത് ആരാണെന്ന് നമ്മൾക്ക് അപ്പോൾ കണ്ടറിയാമല്ലോ. കണ്ടറിയാം. പടി. മുതലാളി, എന്നെയും കൂടി ഒന്നങ്ങോട്ട് ചവിട്ടി തിരിഞ്ഞോ. ചവിട്ടി കൊല്ലും നമ്മൾ. ഇത് കണ്ടോ? ശരീരം മുഴുവൻ സതഞ്ഞറിഞ്ഞ പാട്ടുകളാണ്. തന്റെ ഒടുക്കത്തെ ഇടി കാരണം ഒരു മാസമെങ്കിലും ചവിട്ടി തീർമണം. എന്നാലേ ഈ സതഞ്ഞറിഞ്ഞ പാട്ടുകൾ മാറും. പാവം ദേഹ ദുഃഖി മക്ക പ്രശ്നം അന്നൻമ മക്ക മറലാൻ ഓർത്ത കുറച്ച് വളരെ ദുഃഖിത. ആള് കോണമെണ്ണ കുന്ത് ബലാൻ മറലേനെ എല്ലാരും മാറും. കസിലോല അവസරු ഇത്യാ കെല്ലോൾ തുവേ മനപ്പൂർവ്വം നെന്നു മക്കൾ തൻവേ
ತೀ ಮುನ್ಸಿಪಲ್ ಸೆಕ್ರೆಟರಿ ವಕ್ಕಾಲ್ತೆಗೆ ಅವನು ಅನ್ನೋಲ್ಮೋನು ആ കൊലാത്തിൽ അക്കണോത്തോ കൊല്ലക്കൊലക്കൊത്തു മക്കൾ കൊത്തലാകുത്തി എന്താണ് തന്റെ തലക്ക് പ്രാന്ത് പിടിച്ചോ എന്ത് ഭാഷയുടെ ഇത് ഒന്നും മനസ്സിലായില്ല ഇല്ല. ആ ഇതാണ് ചെറുപ്പം മുതൽ നിങ്ങൾ ചേട്ടൻ്റെ കൂടെ എന്തെങ്കിലും പറയുമ്പോ അക്കണോത്ത കൊൽസോ എന്ന് പറയുമ്പോ എന്റെ അവസ്ഥ മനസ്സിലായി താൻ പോടോ കഴുതക്കുറങ്ങ ഇത് നമ്മൾ അണിയനും സേട്ടനും തമ്മിലുള്ള കാര്യമാണ് ഇതിൽ താൻ തലയിടാൻ കൊടുക്കണ്ട ഓ. വെറുതെ സൗട്ട് കൊണ്ട് സാകണ്ട കേട്ടോ. പക്ഷെ അനിയന്റെ കരുത്തറിഞ്ഞ് ഞാനാണല്ലോ തിന്നണത് പച്ചക്കറി ആയാലും കൂടം കൊണ്ട് അടിച്ച വേദനയാ. അറേ ബാബ താനാണ് ആ പെണ്ണിന്റെ പുറകെ നടന്ന കൊലയാളിയെന്ന് നമ്മൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കൊടുക്കണില്ല. അന്നും നമ്മൾ കൊലയാളിയല്ല, നമ്മൾ പെർക്കെ പോയി എന്നുള്ള നേരാണ്. പക്ഷേ ഒരു പെണ്ണിനെ അറിയില്ലേ ഒരാൾ പുറകെ നടക്കുമ്പോൾ കൊല്ലാനാണോ പ്രേമം കൊടുക്കാനാണോ എന്ന്. നമ്മൾ ഒരു പെണ്ണിന്റെ പുറകെ നടക്കാൻ കൊടുക്കുന്നത് ഇതും കൂടി കൂട്ടിയിട്ട് ആദ്യമായിട്ടാ. എന്താ സത്യ? ഈ ലോകത്ത് വേറെ എത്രയോ പെൺകുട്ടികൾ ഉണ്ട്. എന്തുകൊണ്ട് താൻ അവളെ മാത്രം സ്നേഹം കൊടുത്തു? അതാണ് നമ്മൾക്ക് ആശ്ചര്യം. അന്നു ഈ ലോകത്ത് എത്രയോ സ്വപ്നസുന്ദരമായ കൊട്ടാരങ്ങൾ നമുക്ക് കാണാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി താജ്മഹൽ എങ്ങനെ അത്ഭുതമായി പറയാൻ കൊടുക്കണോ? എനിക്ക് മനസ്സിലായില്ലെന്നേ. അറെ ഗോപി, ഈ ലോകത്ത് എത്ര തരം ഇറച്ചികളുണ്ട്, പക്ഷെ പോത്തിറച്ചിയുടെ രുചി മാത്രം ഗോപിക്ക് എങ്ങനെ ഇഷ്ടായി? അങ്ങനെ പറ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ ആ കാറ് പോത്തിന് അറിയില്ലല്ലോ. ആ, അന്നു അതുപോലെ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ കടയിൽ വരാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അവളെ മാത്രം ഛർദിച്ചു? ഛർദിച്ചെങ്കിൽ വിവരം പറഞ്ഞാണ്. താൻ വെറുതെ സൗട്ട് കൊണ്ട് സാകും കോപ്പി. അന്നു എന്തുകൊണ്ട് നമ്മൾ അവളെ മാത്രം സ്പെഷ്യലായി നോട്ട് ചെയ്തു? എന്തുകൊണ്ട് പറയൂ. സംഗ്രേ സംഗൻ God bless you. So beautiful. ഒരു നിമിഷം നമ്മളൊരു കാര്യം ആലോചിച്ചു. ആ കുട്ടി നമ്മളായിരുന്നെങ്കിൽ ഒരു ഉമ്മ കിട്ടിയാനെ അല്ലേ? എന്താണോ ഇത്? കൊടുക്കൂ. നമ്മൾക്ക് ആദ്യം കിട്ടിയ ഉമ്മ ഇനി നമ്മൾ വിടാൻ കൊടുക്കില്ല. മലയാളിയാണല്ലേ? இந்த சண்டை நீங்க பார்த்தாச்சா? ஏன் அந்த குண்டாவை நீங்க பாத்துங்களா? புருஷனும் பொண்டாட்டி இந்த மாதிரியா? கிளம்ப നമ്മളെ പോലെ ഊമ പോലെ കാണിക്കാൻ കൊടുത്തിട്ട് രക്ഷപ്പെട്ടല്ലേ കള്ളി. ഐഡിയ തരാൻ കൊടുത്തതിന് ഒരു താങ്ക്സ് കൊടുക്കൂ. അങ്ങനെ പറയാതെ പോവാൻ കൊടുക്കല്ലേ. നാണും പറ. നമുക്ക് പോണ വഴി ഞാൻ കയറാൻ കൊടുത്തിട്ടല്ല. നമ്മൾ ലവ് ടാക്സിനെ കുറിച്ചുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വരാൻ കൊടുത്തതാണ്. മര്യാദയ്ക്ക് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ കൊടുത്തു. നമ്മളെ ഇടിച്ചു വീഴ്ത്തി ഒരു പെൺകുട്ടി ഒരു ഉമ്മ തന്നു. അതിന് നമ്മൾ സർവീസ് ടാക്സ് കൊടുക്കണമോ?
ഇനി ആ ഉമ്മ നമ്മൾക്ക് വെറുതെ വേണമെന്ന് തോന്നാൻ കൊടുത്താൽ ആ ടാക്സിന് ഇൻട്രസ്റ്റ് കാണില്ലേ? മനസ്സിൽ ഒരുപാട് സ്നേഹം വളരാൻ കൊടുത്തു. അത് ഒരുപാട് വളർന്ന പന്തലിച്ച് വലിയ ഒരു മുല്ലപ്പന്തൽ മാതിരി അവൻ കൊടുത്തു. അതിന് നമ്മൾ എത്ര ലവ് ഗ്രോത്ത് ടാക്സ് അടയ്ക്കാൻ കൊടുക്കണം? നമ്മൾക്ക് ഒരുപാട് ഇഷ്ടമായി. വീട്ടിൽ കല്യാണം ആലോചിക്കാൻ കൊടുക്കട്ടെ. അതിന് നമ്മൾ എത്ര പ്രൊട്ടക്ഷൻ ടാക്സ് അടയ്ക്കാൻ കൊടുക്കണം? എക്സ്ക്യൂസ് മീ, മേ ഹെൽപ്പ് യു? നോ 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 നോ. നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ കുട്ടിയാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്കൊന്നും ഈ കുട്ടി മറുപടി പറയാൻ കൊടുക്കുന്നില്ല. തന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. ആ ഫയലിംഗ് ഇതാ. ഈ കുട്ടിക്കല്ലാതെ നമ്മൾ ഈ ഫയൽ മറ്റാർക്കും കാണിക്കാൻ കൊടുക്കില്ല. നമ്മളുടെ കാര്യങ്ങൾ ഈ കുട്ടി പറഞ്ഞാൽ മതി. ആ കുട്ടി സംസാരിക്കലോ? നമ്മൾ സംസാരിപ്പിക്കും. അറ്റൻഡർ, இந்த ആളെ പിടിച്ച് വെളിയിൽ തള്ളുക. നമ്മളെ ആരും തള്ളാൻ കൊടുക്കണ്ട. പോവാൻ നമ്മൾക്കറിയാം. ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഓ, അങ്ങനെ പലതവണ നമ്മൾ ശ്രമിച്ചിട്ടും അവൾ നമ്മൾക്ക് ഒരു മൈൻഡ് ചെയ്യാൻ കൊടുത്തില്ല. നമ്മളുടെ ലുക്കും സ്റ്റൈലും ഒരു പളഞ്ചനാണെന്ന് നമ്മൾക്ക് തന്നെ തോന്നി. നമ്മളെ അത് മാറ്റാൻ കൊടുത്തു. നമ്മളെ ആളൊരു സെത്തു പയ്യനായി. ഒരു തവണ കൂടി ശ്രമം നടത്താമെന്ന് കരുതി വന്നപ്പോഴാണ് അണ്ണു നമ്മളെ കണ്ടത്. നമ്മൾക്ക് എന്തിനാണ് പെണ്ണ് പെൺകൊടി? നമ്മൾക്ക് താനും തനിക്ക് നമ്മളും അത് പോരെ. അന്നു നമ്മൾ പ്രദേശത്തല്ലേ, നമ്മൾക്ക് പരമ്പരൊക്കെ വേണ്ടേ? തൂ കയറി തെളിയിച്ചോർന്ന് സാങ്ദേവ. കുട്ടികൾ വേണ്ടേ? അന്നൂന്ന് കുട്ടികൾ ഉണ്ടാവാൻ കൊടുക്കാൻ ബാറിയില്ല. നമ്മൾ കൂടി ട്രൈ ചെയ്തില്ലെങ്കിൽ മരിക്കുമ്പോൾ നമ്മൾക്ക് കർമ്മ ചെയ്യാൻ ആരുണ്ടാകും? ഞാനുണ്ടാവും. അതിന് താൻ ഉണ്ടായിട്ടുണ്ടേ. അതിനുമ്പ് തന്നെ ആരെങ്കിലും തള്ളിക്കൊള്ളില്ല അൽബലാതി. ആരെങ്കിലുമല്ല, നമ്മൾ തന്നെ ഇവിടെ തള്ളിക്കൊള്ളും. നമ്മളുടെ സെന്റിമെന്റ്സിനിടയില അവന്റെ ഒരു മാതിരി കോമഡി. അന്നു നമ്മൾക്ക് അവളെ വേണം. തനിക്ക് ആ പെൺകുട്ടിയെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പോയി ആ സെക്രട്ടറിയുടെ കാൽ പിടിക്കും. കാൽ പിടിക്കാനോ? വേണ്ട വേണ്ട. അന്നുന്റെ അഭിമാനമാണ് നമ്മൾക്ക് വലുത്. അന്നു ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തൊട്ട് നമ്മൾക്ക് ആ കുട്ടിയോട് ഇഷ്ടമില്ല. നമ്മളെല്ലാം മറക്കാൻ കൊടുത്തു. തന്റെ മനസ്സിന് വേദന കൊടുത്തിട്ട് നമ്മളുടെ അഭിമാനം കാക്കേണ്ട കാര്യമില്ല. നമ്മൾ പോയി അവരുടെ കാൽ പിടിക്കും. വേണ്ട അന്നു. താനാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. തന്റെ സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ പോയി പിടിക്കും. വേണ്ടെന്നു. നമ്മൾ പോകും. വേണ്ടെന്നു. പോകും. മതി, നിർത്ത്. ഇപ്പൊ എന്താ പ്രശ്നം? കുട്ടികളെ വേണം, പരമ്പര നിലനിൽക്കണം, സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടവർ, അത്രയല്ലേ ഉള്ളൂ. ഒരുപാട് നാളായി ഞാൻ നിങ്ങളുടെ ഉപ്പും ചോർന്നും ജീവിക്കുന്നത്. അതിനുള്ള നന്ദി എനിക്ക് കാണിക്കണം. ഈ പറയുന്ന പെൺകുട്ടിയെ ഞാൻ കെട്ടിക്കോളാം. എന്താ ഗോപിയേട്ടാ? പെണ്ണ് കാണാൻ വന്നതാ. എനിക്കറിയായിരുന്നു ഗോപിയേട്ടൻ വരുമെന്ന്. ഞാൻ ഒരുങ്ങിട്ട് വരാം. അയ്യേ, എന്താ വട്ടായ. ഡോ, ഓ, ഇതെന്തേതൊക്കെ? ഇത് ഫ്രൂട്ട്സ്. മനസ്സിലായില്ല. അല്ല, ഇതിലിപ്പോ ഏത് ഫ്രൂട്ട്സ് ആണ്? താൻ എന്താടോ ഇവിടെ? ഞങ്ങള് പെണ്ണ് കാണാൻ വന്നതല്ലേ. ഞങ്ങളോ? ആ, മുതലാളിക്ക് പെണ്ണ് കാണാനേ. ആരെ? എന്നെയോ? നമ്മൾ തന്റെ സഹോദരിയുടെ കല്യാണം ഉറപ്പിക്കാൻ വന്നതാണ്, നമ്മളുടെ അനിയന് വേണ്ടി. ഇതൊന്നും നമ്മൾ കമ്മത്മാരുടെ ആചാരമല്ല, മര്യാദയുമല്ല. ഒരു കോയമ്പത്തൂർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതൊക്കെ എടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അതിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ? മോളെ, അമ്മ വിഷമിക്കാൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇന്നലെ നമ്മളും സെക്രട്ടറി സാറുമായി ചെറുതായിട്ടൊന്നും ഒടുക്കി. അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ പലഹാരമായിട്ട് വന്നത്. ദയവ് ചെയ്ത് നമ്മളെ കേൾക്കാൻ കൊടുക്കണം. നമ്മളുടെ അനിയന് അമ്മയുടെ മകൾ രേഖയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾക്കത് നടത്താൻ കൊടുത്തു. താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറയേണ്ടത് മാഡമല്ല, രേഖയാണ്. നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് അങ്ങ് പാലക്കാട് എത്തണം, ഇവൾക്ക് ഓഫീസിലും. രേഖ, നീ ഓഫീസിൽ പോയി നോക്ക്. ഒന്ന് നിൽക്കാൻ കൊടുക്കൂ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പക്കാരനല്ല നമ്മളുടെ അനിയൻ. കാണാൻ സുന്ദരൻ, നല്ല തറവാടി, തങ്കപ്പെട്ട സ്വഭാവം. പിന്നെ കാൽ കുടിക്കില്ല, സിഗരറ്റെ വലിക്കില്ല, പൊടി വലിക്കില്ല, കഞ്ചാവ് വലിക്കില്ല. അയാൾ മുറിക്കില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന വലിയ ഭാഗ്യമാണ് അയാൾ. നിധിയാണ് നിധി. പിന്നെ ആരുടെ അനിയനാണ് അമ്മേ? മോശം വർമ്മോ? നിങ്ങൾ ചേട്ടനും അനിയനും ഒരു ഗുണമുണ്ട്, പരസ്പരം നല്ലതേ പറയൂ. പക്ഷെ അത് ബാക്കിയുള്ളവർക്കും കൂടി തോന്നണം. നിങ്ങളുടെ അലവലാതിയായ അനിയനെ ഞങ്ങൾക്ക് വേണ്ട. മുതലാളി, ഞാൻ ഇടപെടണ. നക്ക നക്ക. ഓ, നമ്മൾ കമ്മത്മാർ സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മളുടെ അനിയനെ അൽബലാദി എന്ന് വിളിച്ച നാക്ക് നമ്മൾ അറിഞ്ഞ് സാമ്പാറിലിടാൻ കൊടുത്തു. ഭീഷണിപ്പെടുത്താണോ? വെറുതെ അല്ലോടോ തന്റെ ഭാര്യ ഡിവോഴ്സ് വാങ്ങി സ്ഥലം വിട്ടത്. തനിക്ക് അസൂയാണ്, കുസുമ്പ്. നേരത്തിന് കല്യാണം കഴിക്കാത്തതിലുള്ള വിമ്മിഷ്ടമാണ്. മര്യാദക്ക് സംസാരിക്കണം. തനിക്ക് എന്ത് മര്യാദ? ഒരു കാര്യം നമ്മൾ പറഞ്ഞേക്കാം.
നമ്മളുടെ അനിയൻ ഇവൾക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അവളെ കെട്ടിയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ കെട്ടിക്കും. താൻ നോക്കിക്കോ. അതൊരിക്കലും നടക്കാൻ പോണില്ല. ഒരിക്കലും നടക്കില്ല. പക്ഷെ ഒരു മാസത്തിനുള്ളിൽ നടക്കും, 30 ദിവസത്തിനുള്ളിൽ നടക്കും. നമ്മൾ നടത്തും. വരട്ടെ മുനിസിപ്പാലിറ്റി മാഡം. അന്നു എന്താണ് മണ്ടത്തരമാണ് ഈ പറയാൻ കൊടുക്കുന്നത്? ഇപ്പൊ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വെറും 30 ദിവസം കൊണ്ട് കല്യാണം കഴിക്കാൻ കൊടുക്കാൻ പറ്റുമോ? നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ പറ്റി വളരെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ നമ്മളുടെ നിയന്ത്രണം പോയി. താൻ നമ്മളെ തോൽപ്പിക്കാൻ കൊടുക്കരുത്. തന്റെ കയ്യിലാണ് ഇപ്പോ നമ്മളുടെ അഭിമാനം. നമ്മളുടെ കയ്യിലോ? നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? താൻ അവളെ പ്രേമിക്കാൻ കൊടുക്കണം. അന്നു നമ്മൾ അവളെ കണ്ടപ്പോൾ മുതൽ പ്രേമിക്കാൻ കൊടുത്തോണ്ടിരിക്കല്ലേ? ബൈക്കിൽ മാള പൊട്ടിക്കാൻ പറഞ്ഞ കള്ളന്മാർ പോലെയല്ല പ്രേമിക്കാൻ കൊടുക്കണ്ട. അത് ശരി. ഒരാൾ പിന്നാലെ വരുമ്പോൾ മുന്നാലെ പോണ പെൺകുട്ടിക്ക് മനസ്സിൽ പത്ക്കെ പത്ക്കെ പെർണയം വിടർന്നു. അതെങ്ങനെ മുതലാളി? അത് താൻ അറിയണ്ട. താൻ മാറി നിൽക്ക. എന്നാ ചായ സായ കൊണ്ടുപോയി സുട്ട് തന്നെ എന്നാ കുടിച്ചു. കൊണ്ടുപോയി പുഴുങ്ങി തിന്നടോ. അന്നു പറയാൻ കൊടുക്ക. നമ്മളുടെ ഹോട്ടലിൽ ഒരിക്കൽ ഭക്ഷണം കഴിക്കാൻ വന്നവർ പിന്നെയും അവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മൾ ആൾക്കാർമാരുടെ മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ രുചി അറിഞ്ഞ് ഓരോന്ന് ഇട്ടുകൊടുക്കണം. അതാണ് പെർണയം. അതെ, സ്ത്രീ വിഷയത്തില് മുതലാളി ഒരു പൂവൻകോഴിയാണ്. അത് തനിക്ക് എങ്ങനെ അറിയാം? അറിയാത്ത കാര്യങ്ങൾ തലയിട്ടടുത്ത് തന്റെ തല കൊണ്ടുപോ. അന്നു ഈ രുചി അറിഞ്ഞ് പ്രേമം വിളമ്പുന്നത് എങ്ങനെ? താനൊരു പാട്ട് പാടണം. അത് കലക്കം. പാട്ട് പാടാനോ? നമ്മളോ? ഏടോ പെർണയത്തിനും പാട്ടിനും ഭയങ്കര ബന്ധമാണ്. താനൊരു പാട്ട് പാടുന്നു. നമ്മൾക്ക് പാട്ട് പാടാൻ അറിയില്ല. പാട്ട് പാടാൻ നമ്മൾ പഠിപ്പിക്കാൻ കൊടുക്കാമോ? അത് നമ്മൾ പറയുന്നത് പോലെ താൻ പറഞ്ഞാൽ മതി. അത് പാട്ടാണ്. അരെ ഗോപി, ഓ. താൻ ഒരു ഹാർമോണി പിടിച്ച ആ. കുറച്ച് ഗിത്താർ, ആ. ഇത്തിരി വയൽ, ഒരു 5-6 തബല കൂടെ ഇരുന്നോട്ടെ. എന്തിനാ അവിയലുണ്ടാക്കാനാ? അല്ലടോ കഴുത കുറങ്ങ. അവളെ വളയ്ക്കാനാണ്.